നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വലിയൊരു കമ്പനി. അതിന്റെ ഓണറായിരുന്നു അലൻ മാനുവൽ. സമ്പന്നനും സ്നേഹ സ്വഭാവമുള്ളവനും, എന്നാൽ സ്വന്തം വികാരങ്ങളിൽ പലപ്പോഴും വഴുതി വീഴുന്നവനും. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ വളരെ നന്നായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടെ പുതുതായി റിസപ്ഷനിസ്റ്റായി ജോലിക്ക് വന്ന സെലിനുമായി അവൻ സൗഹൃദത്തിലാവുന്നത്. അവളെ ആദ്യമായി കണ്ട നിമിഷം തന്നെ സ്വന്തമാക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ അവളോടതെങ്ങനെ തുറന്നു പറയണമെന്നറിയാതെ അവൻ അവളോട് സൗഹൃദം ഭാവിച്ചു. അവർ തമ്മിലുള്ള സൗഹൃദം വളരുന്നതിനോടൊപ്പം അത് പ്രണയത്തിന് വഴിമാറി. അവളുടെ ചിരി, സൗമ്യത, ആത്മവിശ്വാസം എല്ലാം അവനെ എന്നും വിസ്മയിപ്പിച്ചിരുന്നു. സെലിൻ ജോലിക്കായി വരാതിരുന്ന ദിവസങ്ങളിലാണ് അവൻ മനസ്സിലാക്കിയത് അവളില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നത്. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അവർ തമ്മിലുള്ള ബന്ധത്തിന് ആഴമേറെ വന്നു. സാമ്പത്തിക സ്ഥിതി തീരെ ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് തന്നെ അവളെ അവന്റെ കുടുംബക്കാരും അംഗീകരിച്ചില്ല. കുടുംബത്തിൽ പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവനതൊന്നും വകവയ്ക്കാതെ അവളെ വിവാഹം കഴിച്ചു. എതിർപ്പുകളെല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ വളരെയധികം സന്തോഷത്തിൽ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ചു. അവരുടെ വിവാഹവും ജീവിതവുമൊക്കെ സെലിന് ഒരു സ്വപ്നം പോലെയായിരുന്നു. അവൾക്കവനെയും അവൻ അവളെയും ജീവനായിരുന്നു. യാത്രകളും ആഘോഷങ്ങളും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളുമായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്നത്. ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ പരസ്പരം മത്സരിച്ച് സ്നേഹിച്ചു. അവർ പരസ്പരം സ്നേഹം കൊണ്ടൊരു കൂടാരം തന്നെ പണി കഴിപ്പിച്ചു. അവർക്കിടയിൽ കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അതൊന്നും ഒരു ദിവസത്തിലധികം നീണ്ടു നിന്നില്ല. വിവാഹശേഷവും അവർ മത്സരിച്ച് പ്രണയിക്കുകയായിരുന്നു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു വർഷം കടന്നുപോയി. ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നാണ് അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. അവർക്കിടയിലേക്ക് ഒരു കുഞ്ഞതിഥി വരുന്നത് അവർ വലിയ ആഘോഷമായി തന്നെ നടത്തി. കുഞ്ഞിന്റെ വളർച്ചയിലെ ഓരോ ഘട്ടവും അവൻ വളരെയധികം സ്നേഹത്തോടെയും കരുതലോടെയും തന്നെ അവളെ പരിചരിച്ചു പോന്നു. കുഞ്ഞിന്റെ വളർച്ച അനുസരിച്ച് തന്നെ അവളുടെ ശരീരത്തിന്റെ ഘടനയും മാറി തുടങ്ങി. നന്നായി മെലിഞ്ഞ ശരീരപ്രകൃതി ഉണ്ടായിരുന്നവൾ പെട്ടെന്ന് തന്നെ തടി വയ്ക്കാൻ തുടങ്ങി. എന്നിരുന്നാലും ഗർഭകാലം വളരെയധികം കരുതലോടെയും ആരോഗ്യ സംരക്ഷണത്തോടെയും തന്നെ അവൾ മുന്നോട്ട് കൊണ്ടുപോയി. അവൻ കൂടുതൽ സമയവും അവളോടൊപ്പം തന്നെ ചെലവഴിക്കാനായി ശ്രദ്ധിച്ചു. വളരെ വേഗം മാസങ്ങൾ കടന്നുപോയി. അങ്ങനെ അവർ കാത്തിരുന്ന ദിവസം വന്നെത്തി. അവർക്കൊരു പെൺകുഞ്ഞ് പിറന്നിരിക്കുന്നു. അവരവളെ ഇഷാനി എന്ന് വിളിച്ചു. കുഞ്ഞ് ജനിച്ചതിനു ശേഷം അവൾ കൂടുതൽ സമയവും കുഞ്ഞിന്റെ കൂടെ തന്നെ ചിലവഴിക്കാനായി ശ്രദ്ധിച്ചു. കുഞ്ഞിനെ പരിപാലിക്കുന്നതിനിടെ അവളുടെ ശരീരങ്ങളിൽ പല മാറ്റങ്ങളും സംഭവിച്ചു. പഴയ സൗന്ദര്യത്തിനൊരു കോട്ടം വന്നതുപോലെ അവൾക്ക് തോന്നി. എങ്കിലും അതൊന്നും അവൾ കാര്യമായി എടുത്തില്ല. അവളുടെ ലോകം കുഞ്ഞും ആ വീടും മാത്രമായി ഒതുങ്ങി. പിന്നീട് അവളുടെ ലോകം തന്നെ കുഞ്ഞിനെയും വീടിനെയും ചുറ്റിപ്പറ്റിയായിരുന്നു. ഈ സമയം അലൻ വീണ്ടും കമ്പനിയിൽ സജീവമായി. കുറച്ചു കാലങ്ങളായി കമ്പനിയിൽ സജീവമല്ലാതിരുന്നത് കൊണ്ട് തന്നെ കുറേയധികം ക്രമക്കേടുകൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അലന്റെ പുതിയ PA ആയ കാതറിനായിരുന്നു ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അലൻ അവൾക്ക് കമ്പനിയിൽ ഒരു പ്രത്യേക പവർ നൽകിയിരുന്നു. കാതറിൻ അവൾക്ക് കിട്ടിയ ഈ അവസരം നന്നായി തന്നെ മുതലെടുക്കാനായി തീരുമാനിച്ചിരുന്നു. മെലിഞ്ഞ് കൊലുന്നനെ വളരെയധികം ആകർഷകമായി വസ്ത്രം ധരിച്ചും ഊർജ്ജസ്വലയായും കാണപ്പെട്ട അവൾ എല്ലാവരെയും ആകർഷിക്കാൻ ഒരു പ്രത്യേകതരം കഴിവുള്ളവളായിരുന്നു. അവൾക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം അവൾ പരമാവധി അലനോടൊപ്പം അടുത്തിടപഴകാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ ഓഫീസ് കാര്യങ്ങൾ മാത്രം സംസാരിച്ചിരുന്ന അവൾ വളരെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. സാറിങ്ങനെ എപ്പോഴും കമ്പനിയുടെ കാര്യങ്ങൾ മാത്രം നോക്കാതെ ഇടയ്ക്കിടെ സാറിന്റെ ആരോഗ്യപരമായ കാര്യങ്ങളും നോക്കണം എന്നൊക്കെ അവൾ ഇടയ്ക്കിടെ അവനോട് പറയാൻ തുടങ്ങി. സാർ എല്ലായ്പ്പോഴും ജോലി മാത്രം ചെയ്യുന്നത് ശരിയല്ല, ഇപ്പോൾ ഞാനും ഉണ്ടല്ലോ സാറിന്റെ കൂടെ എന്നൊക്കെ അവൾ ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു. ഇതൊക്കെ അലനിൽ അവളിലേക്കുള്ള പ്രതീക്ഷ നൽകുന്നതായിരുന്നു. അവനൊരു ഭാര്യയും കുഞ്ഞുമുണ്ടെന്നുള്ള ചിന്ത തന്നെ മറന്ന് അവൻ അവളോടൊപ്പം അടുത്തിടപഴകാനും അവരൊന്നിച്ചുള്ള യാത്രകൾക്കും ഒക്കെ തുടക്കമായി. അവരങ്ങനെ ജോലി എന്നതിനപ്പുറം യാത്രകൾ തുടങ്ങി. ഓഫീസിൽ അതിനെ അവർ ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ കടൽ തീരങ്ങളിലും ഹോട്ടൽ മുറികളിലും ഒരുമിച്ച് ചിലവഴിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അവരുടെ ബന്ധത്തിന്റെ വളർച്ച പരിധികൾക്കപ്പുറമായിരുന്നു. ഒരുമിച്ചുള്ള യാത്രകളിലും ഹോട്ടൽ മുറികളിലെ താമസവുമെല്ലാം ശാരീരിക ബന്ധത്തിലേക്ക് വഴിമാറി. അലൻ സെലിനെയും കുഞ്ഞിനെയും പറ്റി ചിന്തിക്കാതെ കാതറിനുമായുള്ള ജീവിതത്തിൽ മുഴുകുകയായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള പല ദിവസങ്ങളിലും രാവും പകലുമെന്നില്ലാതെ അവൻ കാതറിനോടൊപ്പമായിരുന്നു.
പല ദിവസങ്ങളിലും ബിസിനസ് ടൂർ എന്ന പേര് പറഞ്ഞ് അവൻ കാതറിനോടൊപ്പം യാത്രകൾ പോയി. അലൻ തൻ്റെ ഭാര്യയും കുഞ്ഞും മറ്റാരും തന്നെ അറിയാതെ കാതറിനുമായുള്ള ജീവിതത്തിൽ മുഴുകിയിരുന്നു. അവർ തമ്മിലുള്ള ബന്ധം പ്രണയികളെ പോലെ ആയിരുന്നില്ല, വിവാഹിതരെക്കാളും ആഴത്തിലുള്ളതായിരുന്നു. കാതറിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അവൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അലനെ സ്നേഹിച്ചതും അവൻ്റെ വിശ്വാസം നേടിയെടുത്തതും. അലന് തന്നെക്കുറിച്ച് സംശയങ്ങളൊന്നും തോന്നാതിരിക്കാൻ കാതറിൻ ശ്രദ്ധിച്ചിരുന്നു. കാതറിനുമായുള്ള തൻ്റെ ബന്ധം സെലിൻ അറിയാതിരിക്കാൻ അലൻ പരമാവധി ശ്രദ്ധിച്ചു. അലൻ വളരെ കുറച്ച് സമയം മാത്രമേ ആ വീട്ടിൽ വന്നു പോയിരുന്നുള്ളൂ. എങ്കിലും സെലിന് മനസ്സിലായി ആ ഒരു പഴയ സ്നേഹം അലന് തന്നോടില്ല എന്നുള്ളത്. അവൻ എങ്ങനെയൊക്കെയോ അവളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. അലന്റെ പെരുമാറ്റത്തിൽ മനംനൊന്ത അവൾ അധികമൊന്നും സംസാരിക്കാൻ നിന്നില്ല. അപ്പോഴേക്കും കാതറിന്റെ കോൾ വന്നിരുന്നു. അവൻ വളരെയധികം സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും കോൾ അറ്റൻഡ് ചെയ്തു. കാതറിൻ പറഞ്ഞു, എനിക്ക് അലനെ ഒന്ന് കാണണം, ഇപ്പൊ തന്നെ കാണണം. അവനത് സമ്മതിച്ചു. ഓഫീസിൽ അത്യാവശ്യം ചില വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് സെലിനോട് പറഞ്ഞ ശേഷം അവൻ കാതറിന്റെ ഫ്ലാറ്റിലെത്തി. അവൾ അവിടെ അലന് വേണ്ടി ഒരു സർപ്രൈസ് പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. കാതറിൻ അലന് നൽകിയ മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നു. പാട്ടും ഡാൻസും മദ്യവും ഒക്കെയായി അവരവിടെ ആഘോഷിച്ചു. കാതറിൻ തനിക്കായി ഒരുക്കിയ കെണിയാണിതെന്നറിയാതെ അലൻ അവളോടൊപ്പം ആഘോഷിച്ചു. ഈ സമയം അലന്റെ വരവിലും പോക്കിലും സംശയം തോന്നിയ സെലിൻ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് തൻ്റെ സുഹൃത്തായിരുന്ന വർഷയോട് അവിടുത്തെ കാര്യങ്ങളെല്ലാം വിളിച്ചന്വേഷിച്ചു. വർഷയിൽ നിന്നാണ് അവൾ അറിയുന്നത് അലന്റെ PA ആയി വന്ന കാതറിനെ കുറിച്ച്. സെലിനെ സംബന്ധിച്ചിടത്തോളം വർഷ അവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമായിരുന്നില്ല, അവളുടെ ഉറ്റ സുഹൃത്ത് കൂടിയായിരുന്നു. സെലിൻ വർഷയോട് കാതറിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനായി പറയുന്നു. വർഷ അവൾക്കത് കണ്ടെത്തി നൽകാമെന്ന് വാക്ക് നൽകുന്നു. ഇതേ സമയം കാതറിൻ വളരെയധികം സ്നേഹപൂർവ്വം വെച്ച് നീട്ടിയ മദ്യം കഴിച്ച് അലൻ ബോധരഹിതനായി വീണു. കാതറിൻ സാവധാനം അവനെ ബെഡിലേക്ക് കിടത്തിയ ശേഷം അവളും അവനോടൊപ്പമായി കിടന്നു. ശേഷം അവർ ഒരുമിച്ചുള്ള ഒരുപാട് ചിത്രങ്ങൾ എടുത്തു. അവൾ വിരിച്ച വലയിൽ വീണതറിയാതെ അവൻ സുഖമായി ഉറങ്ങി. അവൾ അതെല്ലാം ഒരു പെൻഡ്രൈവിലാക്കി സൂക്ഷിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അവർ രണ്ടുപേരും പഴയതുപോലെ തന്നെ അവരുടെ ജോലികളിൽ വ്യാപൃതരായി. ജോലി സമയം കഴിയുമ്പോഴേക്കും അവർ രണ്ടുപേരും മറ്റാരും അറിയാതെ അവരുടെ ഫ്ലാറ്റിലും മറ്റു പലയിടങ്ങളിലും വീണ്ടും ഒരുമിക്കാൻ തുടങ്ങി. സെലിന്റെ നിർദ്ദേശപ്രകാരം അവളുടെ സുഹൃത്തായ വർഷ കാതറിന്റെയും അലന്റെയും നീക്കങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ പലയിടങ്ങളിലും കാണാറുണ്ടെന്നും ഒരുമിക്കാറുണ്ടെന്നും കാതറിന്റെ ഉദ്ദേശം മറ്റു പലതുമാണെന്നും അവൾ ഇതിനോടകം തന്നെ കണ്ടെത്തി സെലിനെ അറിയിച്ചു കഴിഞ്ഞിരുന്നു. വർഷയിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ സെലിൻ ഒരിക്കലും അലനെ അവൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. വർഷയിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാനാവാതെ സെലിൻ മനസ്സ് തകർന്നിരുന്നു. വർഷ അവളെ ആശ്വസിപ്പിക്കുന്നതിനോടൊപ്പം കാതറിനെ കുറിച്ച് നൽകിയ ചില വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ഇതേസമയം കാതറിൻ അലനെ വിളിക്കുന്നു. അലനോട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായി സംസാരിക്കാനുണ്ട്, എത്രയും പെട്ടെന്ന് ഫ്ലാറ്റിലേക്ക് എത്തണം. വളരെയധികം സ്നേഹത്തിലും സൗമ്യതയിലും സംസാരിച്ചിരുന്ന അവളുടെ രീതികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറി തുടങ്ങിയതായി അവന് മനസ്സിലായിരുന്നു. ആദ്യമൊക്കെ വളരെയധികം സന്തോഷത്തോടുകൂടി അവളുടെ ഫ്ലാറ്റിലെത്തിയിരുന്ന അവന് പിന്നീട് അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ആ ഫ്ലാറ്റിലെത്തേണ്ട അവസ്ഥയായി. അവളുടെ സ്വഭാവം വല്ലാതെ ടോക്സിക് ആണെന്ന് അവന് തോന്നിത്തുടങ്ങി. അവൾ വിളിക്കുമ്പോഴെല്ലാം പിന്നീട് ഓരോ തിരക്കുകൾ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയിരുന്നു. കാതറിന്റെ കോൾ വന്നാൽ അലൻ അറ്റൻഡ് ചെയ്യാത്ത അവസ്ഥ വരെ എത്തിയ കാര്യങ്ങൾ. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവളുടെ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നപ്പോൾ അവൾ അവൻ്റെ ഫോണിലേക്ക് 1-2 വീഡിയോസ് അയച്ചു കൊടുത്തു. അത് കണ്ട അവൻ ആകെ ഷോക്കായി പോയി. കൂടെ ഒരു വോയിസ് നോട്ടും ഉണ്ടായിരുന്നു. എത്രയും വേഗം ഞാൻ പറയുന്നിടത്തേക്ക് ഞാൻ പറയുന്നത്രയും പണവുമായി നിങ്ങൾ വരിക, അല്ലെങ്കിൽ ഈ വീഡിയോസ് എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും എനിക്ക് നന്നായിട്ടറിയാം. അവൻ എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. കാതറിൻ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ അവൾ പറഞ്ഞയിടത്തേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചു. ഈ സമയം തന്നെ കാതറിന്റെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കിയിരുന്ന വർഷയും സെലിനും മറ്റൊരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. കാതറിൻ അലനോട് പണവുമായി വരണമെന്ന് പറഞ്ഞ സ്ഥലത്ത് അവരെത്തുന്നതിന് മുമ്പ് തന്നെ വർഷയും സെലിനും എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ കാതറിൻ അവിടെ എത്തി. അവർ രണ്ടുപേരും കാതറിനോട് സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് എന്താണ് വേണ്ടത്? നീ എന്തിനാണ് ഞങ്ങളുടെ കമ്പനിയിലേക്ക് വന്നത്?
അപ്പോഴാണ് കാതറിന് മനസ്സിലായത് അത് അലന്റെ ഭാര്യയാണെന്ന്. കാതറിൻ പറഞ്ഞു, എന്തായാലും നീ ഇവിടെ വരെ കഷ്ടപ്പെട്ട് വന്നതല്ലേ, ഈ വീഡിയോ കൂടെ കണ്ടിട്ട് പോയാൽ മതി. കാതറിൻ തന്റെ ലാപ്ടോപ്പിലേക്ക് പെൻഡ്രൈവ് കുത്തിയ ശേഷം ആ വീഡിയോ ഓപ്പൺ ആക്കി. സെലിന് അവളുടെ ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിയാതെ കാതറിനെ പൊതിരെ തല്ലാൻ തുടങ്ങി. ഈ സമയം തന്നെ വർഷ അവളുടെ പെൻഡ്രൈവ് കൈക്കലാക്കിയിരുന്നു. അവൾ അത് സെലിനെ ഏൽപ്പിച്ചു. അവർ രണ്ടുപേരും ചേർന്ന് കാതറിന്റെ എല്ലാവിധ ഡീറ്റെയിൽസും കണ്ടെത്തിയ ശേഷമാണ് അവിടേക്ക് എത്തിയത്. അവർ വരുന്നതിന് മുമ്പ് തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അലൻ അവിടേക്ക് കയറി വന്നത്. കാതറിനെ കുറിച്ചുള്ള അറിവുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. അവൾ ഒരു മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണിയായിരുന്നു. മാത്രവുമല്ല, പുരുഷന്മാരെ ഇതുപോലെ പ്രണയം നടിച്ച് ചതിയിൽപ്പെടുത്തി ന്യൂഡ് ഫോട്ടോസ് എടുത്ത ശേഷം ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. ഇതിൻ്റെ പിന്നിൽ ഒരു കൂട്ടം ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. അതിലെ മെയിൻ കണ്ണിയായിരുന്നു കാതറിൻ. കാതറിൻ എന്നത് അവളുടെ യഥാർത്ഥ പേരായിരുന്നില്ല. പല നാടുകളിൽ പല പേരുകളിലും ഇതുപോലെയുള്ള ചീറ്റിങ്ങുകൾ ചെയ്ത് പോലീസ് അന്വേഷിക്കുന്ന ഒരു കുറ്റവാളിയായിരുന്നു അവൾ. ഇതെല്ലാം കണ്ട അലൻ ആകെ തകർന്നു പോയിരുന്നു. അപ്പോഴേക്കും അവിടെ പോലീസ് എത്തി കാതറിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. കൺമുന്നിൽ നടക്കുന്ന നാടകീയ രംഗങ്ങളുടെ ഞെട്ടൽ മാറാതെയിരുന്നു സെലിനും വർഷയും. അലൻ തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന സത്യം അവൾ അറിഞ്ഞുവെന്ന് അലന് മനസ്സിലായിരുന്നു. അലൻ അവളുടെ മുഖത്തേക്ക് പോലും നോക്കാനാകാതെ തല കുനിച്ചിരുന്നു. അവൾ ഹൃദയം തകർന്ന വേദനയിൽ കണ്ണീരോടെ അവനോട് ചോദിച്ചു, എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടോ? നിങ്ങളുടെ കുഞ്ഞിനെ നോക്കിയതിനാലാണോ? ഇത്രയും വർഷത്തെ എൻ്റെ സ്നേഹം, എൻ്റെ വിശ്വാസം, ഇതൊന്നും നിങ്ങളെ പിടിച്ചിരുത്താനായില്ലേ? ഭാര്യയെ വഞ്ചിച്ച് മറ്റുള്ള സ്ത്രീകൾക്ക് പിന്നാലെ പോകുന്ന ഓരോ ഭർത്താക്കന്മാരോടും ഭാര്യമാർ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം അവൾ അവനോട് ചോദിച്ചു. അവന് മറുപടി പറയാനായില്ല. അവൻ തല കുനിച്ചിരുന്നു. അവളുടെ കാലിൽ പിടിച്ചു പറഞ്ഞു, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, സംഭവിച്ചു പോയി, എന്നോട് പൊറുക്കണം. ഇനി ഒരിക്കലും നിന്നെയും കുഞ്ഞിനെയും വിട്ട് ഞാൻ മറ്റൊന്നിനെപ്പറ്റിയും ചിന്തിക്കുക പോലുമില്ല. അവൾ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിച്ചു. അതുകൊണ്ട് മാത്രം ഒരൊറ്റ തവണ അവന് മാപ്പ് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അന്നു മുതൽ അവർ ഒരു പുതിയ ജീവിതം തുടങ്ങുകയായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ സ്വകാര്യതകളിലേക്ക് മറ്റാരും കടന്നു വരാത്ത തരത്തിലുള്ള ഒരു ജീവിതം. ബന്ധങ്ങൾ എപ്പോഴും വിശ്വാസത്തിന്മേലാണ് നിലനിൽക്കേണ്ടത്. ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ പെട്ടുപോകുന്നവർ ഓർക്കുക, തങ്ങളുടെ കുഞ്ഞും കുടുംബവും ഒരിക്കലും തങ്ങൾക്ക് വിലമതിക്കാനാകാത്തത് തന്നെയാണ്. ഒരിക്കൽ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും ചിലപ്പോൾ ആ വിശ്വാസം നേടിയെടുക്കാനായെന്ന് വരില്ല. കഥ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. അതുമാത്രമല്ല, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.